മാമോ ഇയാൾ ഉറങ്ങാണോ? മാമാ, നിങ്ങളാരാ? നിങ്ങളാ? ഞാനും മാമ ശശിയാ. ആ, നീയാ? കേറിക്കടാ. നല്ല കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ മാമ. എന്തുണ്ടായത്? ഒന്നും പറയണ്ട ശശിയെ, നീ ഇതെങ്ങനെ അറിഞ്ഞേ? എന്തുണ്ടായത്? എന്നോട് പുരുഷേട്ടനാ പറഞ്ഞ. ഒരു ചായ കുടിച്ചാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. ചായ കുടിച്ചാൽ എങ്ങനെയാ കണ്ണിന് വരക്ക് പറ്റിയ? അത് നിനക്കറിയില്ലല്ലേ? അതൊക്കെ ഉണ്ട്. താൻ വളച്ചേട്ടന്റെ കാര്യം പറയും. എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി, ഞാൻ ആ കൃഷ്ണന്റെ അവിടെ പോയി. ഏത്? നമ്മുടെ കൃഷ്ണന്റെ അവിടേക്കാ? താനല്ലാണ്ട് വല്ലവരും പോടാ അവിടേക്ക്. എനിക്കൊരു അബദ്ധം പറ്റിയടാ. ഇപ്പോഴും താൻ കാര്യം എന്താന്ന് പറഞ്ഞില്ല. പറയാ ശശിയെ, വിശദമായിട്ട് പറഞ്ഞുതരാം. താൻ പറഞ്ഞിട്ട് വേണം കൃഷ്ണേട്ടനോട് പോയി ചോദിക്കാൻ. എടാ ശശിയെ, ഇപ്പൊ ചായക്ക് എത്ര രൂപ? ചായക്ക് 12 രൂപ. അതല്ലേ, എനിക്ക് അറിയില്ലടാ. അതാണ് ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാല് ഞാൻ പാടത്ത് പോയി വരുമ്പളേ ഒരു ചായ കുടിക്കാൻ തോന്നി. ഞാൻ അവന്റെ കടയിൽ കയറി. ചായ കുടിച്ചിട്ട് ഞാൻ 10 രൂപ കൊടുത്തപ്പോളേ അവർ 2 രൂപ വേണം. അതിനെന്താ കുഴപ്പം? 12 രൂപ ചായക്ക്. അതേടാ, അത് എനിക്കറിയില്ലല്ലോ. ഓ, തനക്കത് അറിയില്ല അല്ലേ? ഒരു ചായ കുടിക്കുമ്പോ നമ്മൾ 12 രൂപ കൊടുക്കില്ലേ? അത് എന്തിൻ്റെയൊക്കെയാ? പഞ്ചസാര, ചായപ്പൊടി, പാല്, വെള്ളത്തിന്റെ പോട്ടെ. ഞാൻ വിത്തോട്ടെന്ന് എനിക്കറിയില്ലേ? അപ്പൊ ഞാനാണ് പറഞ്ഞു, നീ പഞ്ചസാര പൈസ വിട്ടോ. അപ്പൊ 2 രൂപ കഴിച്ചില്ലേ? ആ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അവർ ഗ്ലാസ് എടുത്ത് പൊക്കലും എനിക്ക് ഓർമ്മയില്ല. അത് ശരി, അങ്ങനെ സംഭവം ഉണ്ടായല്ലേ? ആടാ, നീ എപ്പോഴും ചോദിക്കാൻ പോണ്? എന്ത് ചോദിക്കാൻ? ഏയ്, നേരത്തെ നീ പറഞ്ഞില്ലേ കൃഷ്ണനോട് ചോദിക്കാൻ പോണെന്നൊക്കെ. താന്ന് മിണ്ടാണ്ടിരുന്നേ. തന്റെ കയ്യിരിപ്പിനെ ഇതിന്റെ അപ്പുറം കിട്ടണ്ടതാ. ഇത്രയല്ലേ പറ്റുള്ളോ? താൻ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക ഒരാഴ്ച. നാട്ടുകാരന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ മാമ. അത് ശരി, നീ പോവാൻ നോക്കിയേ. അപ്പൊ നീയും കൃഷ്ണന്റെ ആളാണല്ലേ? വൃത്തിയോട്ടം.